ഇന്ന് നമ്മൾ എടുക്കുന്ന ഭാഗം രണ്ടാം ലോകയുദ്ധമാണ്. അപ്പോൾ മുന്നേ പഠിച്ചു ഒന്നാം ലോകയുദ്ധത്തെക്കുറിച്ച്. 1914 ആരംഭിച്ച് 18 ഒന്നാം ലോകയുദ്ധം അവസാനിച്ചത്. യുദ്ധം തുടങ്ങുമ്പോൾ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി എന്നീ രാജ്യങ്ങളുടെ കൂടെയായിരുന്നു. എന്നാൽ യുദ്ധം അവസാനിച്ചപ്പോഴേക്കും ഇറ്റലി, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ പക്ഷത്തേക്ക് ചേർന്നിരുന്നതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നാം ലോകയുദ്ധം കഴിഞ്ഞ് വിജയിച്ച രാഷ്ട്രങ്ങളിലായിരുന്നു ഇറ്റലി ഉൾപ്പെട്ടിരുന്നത്. എന്നിട്ട് യുദ്ധമുതലുകൾ പങ്കിട്ടെടുത്തപ്പോൾ വേണ്ടത്ര കോളനികളോ സമ്പത്തോ ഇറ്റലിക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് ആണ് ഇറ്റലി വീണ്ടും ജർമ്മനിയുടെ ഭാഗത്തേക്ക് വരുന്നതും ഇറ്റലിയിൽ ഫാഷിസവും അതുപോലെ തന്നെ ജർമ്മനിയിലെ നാസിസവും ആരംഭിക്കുന്നതും അതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാം ലോകയുദ്ധാനന്തരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മേൽ വിജയിച്ച രാഷ്ട്രങ്ങൾ പല ഉടമ്പടികളും ചുമത്തി. അതിൽ ജർമ്മനി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു വേഴ്സായ് സന്ധി. ആ വേഴ്സായ് സന്ധി ജർമ്മനിക്ക് വലിയ അപമാനമാണ് സൃഷ്ടിച്ചത്. അതിൽ നിന്നുടലെടുത്തതായിരുന്നു ഈ നാസിസം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇനി ഒന്നാം ലോകയുദ്ധത്തിലേക്ക് കടക്കാം. ഒന്നാം ലോകയുദ്ധം അവസാനിച്ച് 20 വർഷം കഴിഞ്ഞപ്പോൾ ലോക രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ലോകം മറ്റൊരു യുദ്ധത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. അതാണ് രണ്ടാം ലോകയുദ്ധം. 1939 ആരംഭിച്ച് 45 വരെ നീണ്ടുനിന്ന യുദ്ധമായിരുന്നു ഇത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. രണ്ടാം ലോകയുദ്ധം ആരംഭിച്ചത് 1939 അവസാനിച്ചത് 1945. ഒന്നാം ലോകയുദ്ധമോ 1914 to 18. 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു. ഇതാണ് രണ്ടാം ലോകയുദ്ധത്തിലേക്ക് നയിക്കുന്നത്. ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ അവർക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. അവരുടെ കോളനികളും കമ്പോളങ്ങളൊക്കെ എന്ത് ചെയ്തു? വിജയിച്ച രാഷ്ട്രങ്ങൾ കൈവശപ്പെടുത്തി. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനും ലോകത്തെ കീഴടക്കുന്നതിനും വേണ്ടി ഇറ്റലിയും ജർമ്മനിയും പുറപ്പെടുകയും, നമ്മൾ നേരത്തെ പഠിച്ചു, ഈ ഓരോ രാഷ്ട്രങ്ങളും പല പ്രദേശങ്ങളും ആക്രമിച്ച് അല്ലെങ്കിൽ പല രാജ്യങ്ങളും ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്നുള്ളത്. അതായത് ഇറ്റലി മുസോളിനിയുടെ നേതൃത്വത്തിൽ എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചു എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഹിറ്റ്ലർ യുദ്ധം വീണ്ടും ആരംഭിച്ചിരുന്നു അല്ലേ? ആസ്ട്രിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു. ജർമ്മനി എന്നും പഠിച്ചു. അപ്പോൾ അവിടെയൊക്കെ യുദ്ധം വീണ്ടും ആരംഭിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കൂടുതൽ സമ്പത്ത്, കമ്പോളങ്ങൾ ഇവയൊക്കെ കിട്ടുന്നതിനും കോളനി പിടിച്ചെടുക്കുന്നതിനും വേണ്ടി ഏതെല്ലാം രാഷ്ട്രങ്ങൾ ആക്രമണ മനോഭാവത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചു? ജർമ്മനിയും ഇറ്റലിയും. അങ്ങനെ കൂടുതൽ രാഷ്ട്രങ്ങളെ ആക്രമിച്ച് കോളനികൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ രാഷ്ട്രങ്ങൾ പദ്ധതിയിട്ടു. ഈ ആക്രമണ നയങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകി. ശ്രദ്ധിക്കുക, ഈ 3 രാഷ്ട്രങ്ങളും ചേർന്ന്, ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. 3 രാഷ്ട്രങ്ങൾ ചേർന്ന് ഒരു സഖ്യം രൂപീകരിച്ചു. അതാണ് അച്ചുതണ്ടു ശക്തികൾ എന്ന്, അല്ലെങ്കിൽ അച്ചുതണ്ടു സഖ്യം എന്ന് അറിയപ്പെടുന്നത്. അച്ചുതണ്ടു സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ ഏതെല്ലാമാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അപ്പോൾ ഇതിനെതിരായി ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു സൈനിക സഖ്യത്തിന് രൂപം നൽകി. ഇത് സഖ്യശക്തികൾ എന്ന് അറിയപ്പെട്ടു. സഖ്യശക്തികളിൽ ഉള്ള രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇവർ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ രൂപീകരിച്ച അച്ചുതണ്ട് സഖ്യത്തിന് എതിരായിട്ട് രൂപീകരിച്ച സഖ്യമാണ് സഖ്യശക്തികൾ എന്ന് അറിയപ്പെടുന്നത്. സഖ്യശക്തികളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഈ
ചിത്രം ഇതിൽ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. അങ്ങനെ ഈ രാഷ്ട്രങ്ങൾ ഏതെല്ലാം എന്ന് നോക്കുക. ജർമ്മനി, ഇറ്റലി, ഇവയോടൊപ്പം ചേർന്ന രാജ്യം ജപ്പാനായിരുന്നു. സഖ്യശക്തികളുടെ ഭാഗത്തുള്ളത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളുമാണ്. എന്നാൽ പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്ന്, ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യം എന്ന് പറയുമ്പോൾ ഈ സഖ്യശക്തികളാണ്. ഈ സഖ്യശക്തികളിലേക്ക് കൂടി അവരോടൊപ്പം ചേർന്ന മറ്റു രണ്ടു പ്രബല രാഷ്ട്രങ്ങളായിരുന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ റഷ്യ ഉൾപ്പെടുന്ന രാഷ്ട്രങ്ങൾ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ഒന്നാം ലോക യുദ്ധാനന്തരം ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ ഒരു സമാധാന സഖ്യം രൂപീകരിച്ചിരുന്നു. അതാണ് സർവ്വരാഷ്ട്ര സഖ്യം. എന്നാൽ അച്ചുതണ്ട് ശക്തികൾ യുദ്ധങ്ങൾ ആരംഭിച്ചപ്പോൾ, അതായത് ജർമ്മനി, ഇറ്റലിയൊക്കെ പല രാജ്യങ്ങളെ ആക്രമിച്ചു എന്ന് പഠിച്ചില്ലേ, അങ്ങനെ ആക്രമിച്ചപ്പോൾ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെട്ടു. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചെറുത്തതുമില്ല. മനസ്സിലായില്ലേ? അതായത് സഖ്യശക്തികൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവർ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ആക്രമണങ്ങളെ തടുത്തതുമില്ല. സർവ്വരാഷ്ട്ര സഖ്യമാണെങ്കിൽ ആക്രമണങ്ങളെ തടുക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായി കണ്ടത്. സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ് സോവിയറ്റ് യൂണിയൻ, അല്ലേ? നമ്മൾ പഠിച്ചല്ലേ, സോഷ്യലിസം എന്ന ആശയം രൂപം കൊണ്ട രാഷ്ട്രമാണ് സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയൻ. ഈ സോവിയറ്റ് യൂണിയനെ മുഖ്യ ശത്രുവായിട്ട് ആര് കണ്ടു? ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ തന്നെ ചൈന തുടങ്ങിയ രാഷ്ട്രങ്ങൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെ മുഖ്യ ശത്രുവായി കണ്ടു. ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയം പ്രീണന നയം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ യുദ്ധം തടഞ്ഞു നിർത്താൻ ഇംഗ്ലണ്ടോ ഫ്രാൻസോ ശ്രമിച്ചില്ല. അതുപോലെ തന്നെ സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെടുകയും ചെയ്തല്ലോ. ഇത് ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് ഒരു പ്രോത്സാഹനമായി മാറി. ഫാഷിസ്റ്റ് രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അച്ചുതണ്ട് ശക്തികൾ. ഈ നയത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രീണന നയം എന്ന് അറിയപ്പെടുന്നു. പ്രീണന നയം എന്ന് അറിയപ്പെടുന്നു. സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെ മുഖ്യ ശത്രുവായി കണ്ട രാഷ്ട്രങ്ങൾ ഏതായിരിക്കും? ഞാനവിടെ പറഞ്ഞതിലൊന്ന് മാറി. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. കാരണം അവർ സോഷ്യലിസത്തെ എതിർത്ത രാഷ്ട്രങ്ങളായിരുന്നല്ലോ, അല്ലേ? അപ്പോൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെ മുഖ്യ ശത്രുവായി ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾ കണ്ടു. ഇത് ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകി. ഈ നയം പ്രീണന നയം എന്ന് അറിയപ്പെട്ടു. ഇനി 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. വീണ്ടും യുദ്ധം അങ്ങനെ തുടങ്ങുകയാണ്. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. ഈ പോളണ്ട് ആണെങ്കിലോ റഷ്യ ജർമ്മനിയുടെ ഒത്താശയോടുകൂടി കോളനിയാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു രാഷ്ട്രമായിരുന്നു. ജർമ്മനിയും റഷ്യയും കൂടി കോളനി ആക്കി മാറ്റാൻ, ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ പദ്ധതിയിട്ട ഒരു രാഷ്ട്രമായിരുന്നു പോളണ്ട്. ഈ പോളണ്ടിനെ റഷ്യയോട് ഒന്നും ഉണ്ടാതെ എന്ത് ചെയ്തു? ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. എന്ന് 1939 സെപ്റ്റംബർ 1. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായ യുദ്ധം പ്രഖ്യാപിച്ചു. സഖ്യശക്തികൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളാണല്ലോ സഖ്യശക്തികൾ. ഇവരോടൊപ്പം ഏത് രാജ്യങ്ങളും ചേർന്നിട്ടുണ്ട്? സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും ചേർന്നിട്ടുണ്ട്. ഇവർ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതിനെ തുടർന്ന് ജർമ്മനിക്കെതിരായ യുദ്ധം പ്രഖ്യാപിച്ചു 1939 സെപ്റ്റംബർ 1. ഇതാണ് രണ്ടാം ലോക യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. രണ്ടാം ലോക യുദ്ധത്തിന് തുടക്കം കുറിച്ച സംഭവം എന്തായിരുന്നു? ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമായിരുന്നു. അതെന്നാണ് ഉണ്ടായത്? 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്. തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കൂ.
ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ചില ഫലങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവ രണ്ടാം ലോക യുദ്ധത്തിന് കാരണമായത് എങ്ങനെയെന്ന് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. വേഴ്സായ് സന്ധി. വേഴ്സായ് സന്ധിയിലുണ്ടായ പരാജയം ജർമ്മനിയെ വളരെയധികം പ്രതികാര മനോഭാവമുള്ള രാഷ്ട്രമാക്കി മാറ്റി നമ്മൾ പഠിച്ചുല്ലോ. അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിലേക്ക് അത് നയിച്ചു. സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം. സർവ്വരാഷ്ട്ര സഖ്യം ലോക സമാധാനത്തിന് വേണ്ടി രൂപം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണ്ടായത്? സർവ്വരാഷ്ട്ര സഖ്യം ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളൊക്കെ യുദ്ധങ്ങൾ തുടങ്ങിയപ്പോൾ അത് തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു. പിന്നെയോ ഫാഷിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ആവിർഭാവം. ഒന്നാം ലോക യുദ്ധത്തിൽ ഉണ്ടായ പരാജയമാണല്ലോ ജർമ്മനിയിൽ നാസിസം രൂപം കൊള്ളുന്നതിനും. ഒന്നാം ലോക യുദ്ധത്തിൽ വേണ്ടത്ര കോളനികളോ സമ്പത്തോ കിട്ടാത്തതിൽ പ്രതികാര മനോഭാവമായാണ് ഇറ്റലി ഫാഷിസത്തിന് രൂപം നൽകുന്നത്. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങളാണ് രണ്ടാം ലോക യുദ്ധ കാരണമായത് എന്ന് തന്നെ പറയാം. അങ്ങനെ രണ്ടാം ലോക യുദ്ധം തുടർന്ന് വന്നപ്പോൾ എന്താ ഉണ്ടായത്? ആര് ജയിച്ചു, ആര് പരാജയപ്പെട്ടു എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ യുദ്ധം നടന്നു കൊണ്ടിരിക്കുകയാണ്. അതായത് ജർമ്മനി പോളണ്ട് ആക്രമിച്ചുല്ലോ. അപ്പോൾ ജർമ്മനിക്കെതിരായിട്ട് സഖ്യകക്ഷികൾ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം ശക്തമായിട്ട് തുടർന്നുകൊണ്ടിരുന്നു. ആ സാഹചര്യത്തിലാണ് അപ്പോൾ 39 തുടങ്ങി 45 വരെ ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ റഷ്യയും യുദ്ധത്തിലുണ്ട്. ഇനി അമേരിക്ക കടന്നു വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിലൊന്നും അമേരിക്ക യുദ്ധത്തിലേക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും വളരെ ആവേശപൂർവ്വം ഈ സഖ്യശക്തികൾക്കെതിരായിട്ട് അവരുടെ കോളനികളൊക്കെ പിടിച്ചെടുത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും കീഴ്പ്പെടുത്തി ഇങ്ങനെ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് യുദ്ധത്തിലേക്കൊന്നും വരാതെ വിട്ടുനിന്നിരുന്ന അമേരിക്കയിലെ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു. 1941 അമേരിക്കയുടെ നാവിക കേന്ദ്രമായിരുന്നു പേൾ ഹാർബർ. അത് ജപ്പാനോട് ആക്രമിച്ചു. ഇതിനെ തുടർന്ന് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിലേക്ക് പ്രവേശിച്ചത്. മനസ്സിലായോ? ആദ്യമൊന്നും അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അമേരിക്ക യുദ്ധത്തിലേക്ക് വരാനും കാരണമായത് ഏത് രാജ്യം തന്നെയാണ്? ജപ്പാനാണ്. ജപ്പാൻ അമേരിക്കൻ നാവിക സങ്കേതമായ പേൾ ഹാർബർ ആക്രമിച്ചതോടുകൂടി അതിന് പ്രതികാരമായിക്കൊണ്ടാണ് അമേരിക്ക ജപ്പാനെതിരായി സഖ്യശക്തികളോടൊപ്പം, അതായത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന ഈ രാജ്യങ്ങളോടൊപ്പം ചേർന്നു. പിന്നെ അവരോടൊപ്പം ആരുണ്ട്? റഷ്യയും ചേർന്നിട്ടുണ്ട് നമ്മൾ പഠിച്ചു. അങ്ങനെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, അമേരിക്ക, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സഖ്യശക്തികളോടൊപ്പം ഉണ്ട്. അച്ചുതണ്ട് ശക്തികളിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാനാണുള്ളത്. യുദ്ധം ശക്തമായിട്ട് തുടർന്നുകൊണ്ടിരുന്നു. ജർമ്മനി വളരെ വാശിയോടുകൂടി യുദ്ധം ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ഒരുപാട് വിജയങ്ങൾ നേടിക്കഴിഞ്ഞു. എന്നാൽ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും കടന്നുവരവോടുകൂടി രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിഞ്ഞു. സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി. ഈ സഖ്യശക്തികളെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന അവരോടൊപ്പം ഏത് രാജ്യങ്ങളുണ്ടെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ലേ? അമേരിക്ക ഉണ്ട്, റഷ്യയൊക്കെ ഉണ്ട്. ആ സഖ്യശക്തികളുടെ ആക്രമണം സഹിക്കാൻ വയ്യാതെ, താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും ഒക്കെ സഖ്യശക്തികളുടെ മുമ്പിൽ കീഴടങ്ങി. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഈ സാഹചര്യത്തിലും ജപ്പാൻ കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല. ജപ്പാനോട് കീഴടങ്ങാൻ ബ്രിട്ടൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴൊന്നും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായില്ല. ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി. മുസോളിനിയെ നാട്ടുകാർ വധിച്ചു. ഹിറ്റ്ലറാണെങ്കിൽ ആത്മഹത്യ ചെയ്തു. ജപ്പാൻ കീഴടങ്ങാതെ അപ്പോഴും സഖ്യശക്തികൾക്കെതിരായിട്ട് പോരാട്ടം നടത്താൻ തയ്യാറായി. ഈ ഒരു സാഹചര്യത്തിൽ ജപ്പാന് കീഴടക്കാനായി സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ റഷ്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, അവരുടെ സേന ജപ്പാനെ കീഴടക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ് സൈബീരിയയിലൂടെ, ഏഷ്യയിലുള്ള രാജ്യമാണ് ട്രാൻസ് സൈബീരിയ, അതിലൂടെ ജപ്പാനിലേക്ക് നീങ്ങാണ്. ജപ്പാനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ജപ്പാനെ കീഴടക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ സൈന്യം അവിടെ എത്തുമ്പോഴേക്കും ജപ്പാനോട് ശത്രുതയുണ്ടായിരുന്ന അമേരിക്ക ജപ്പാനിലെത്തുകയും ജപ്പാനിൽ അമേരിക്ക
ആറ്റം ബോംബ് വർഷിക്കുകയും ചെയ്തു, അണുബോംബ് വർഷിക്കുകയും ചെയ്തു. 1945 ഈ സംഭവം ഉണ്ടായത്. ശരിക്കും ഒരു യുദ്ധത്തോടുകൂടി ഏറ്റുമുട്ടാൻ തയ്യാറായിട്ടാണ് സോവിയറ്റ് യൂണിയൻ്റെ സൈന്യം ജപ്പാനിലേക്ക് നീങ്ങിയത്. എന്നാൽ ജപ്പാനോടുള്ള ശത്രുതയുടെ ഫലമായി, എന്തായിരുന്നു ജപ്പാനോടുള്ള ശത്രുത അമേരിക്കയ്ക്ക്? അമേരിക്കൻ നാവിക സങ്കേതം ജപ്പാൻ ആക്രമിച്ചില്ലേ? അതോടുകൂടിയല്ലേ അമേരിക്ക യുദ്ധത്തിലേക്ക് വന്നത്. ആ ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി അമേരിക്ക പെട്ടെന്ന് സോവിയറ്റ് യൂണിയൻ്റെ സൈന്യം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ജപ്പാനിലെത്തി ജപ്പാനെ കീഴടക്കുന്നതിന് വേണ്ടി 2 അണുബോംബുകൾ വർഷിച്ചു. ഒന്ന് ആഗസ്റ്റ് 6-ന്, 1945 ഓഗസ്റ്റ് 6-ന് ലിറ്റിൽ ബോയ് എന്നാണ് ബോംബ്. അത് വർഷിച്ചത് ജപ്പാനിലെ ഹിരോഷിമയിൽ. ആഗസ്റ്റ് 9-ന് ഫാറ്റ് മാൻ എന്നാണ് ബോംബ് നാഗസാക്കിയിലും അമേരിക്ക ജപ്പാനിൽ വർഷിച്ചു. അതോടെ ഗത്യന്തരമില്ലാതെ ജപ്പാനും സഖ്യശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങി. മനസ്സിലായില്ലേ? ലോകത്ത് നടുക്കിയ സംഭവങ്ങളായിരുന്നു. ഒരു മാനവരാശിക്ക് നേരെ പ്രയോഗിക്കാൻ പാടില്ലാത്ത ആണവ ആയുധങ്ങളായിരുന്നു അമേരിക്ക ജപ്പാനിൽ വർഷിച്ചത്. ആഗസ്റ്റ് 6-നും ആഗസ്റ്റ് 9-നും. ആഗസ്റ്റ് 6-ന് ഹിരോഷിമയിലും, അതിനത്തെ ഹിരോഷിമ ദിനം എന്നറിയപ്പെടുന്നു. ആഗസ്റ്റ് 9-ന് നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു. അണുബോംബുകളുടെ പേര്: ആഗസ്റ്റ് 6-ന് വർഷിച്ചത് ലിറ്റിൽ ബോയ്, ആഗസ്റ്റ് 9-ന് ഫാറ്റ് മാൻ, നാഗസാക്കിയിലും വർഷിച്ച അണുബോംബാണ്. ഈ അണുബോംബ് അല്ലേ, ക്ലസ്റ്റർ ബോംബ് എന്നൊക്കെ പറയും. ഓരോ തീപ്പൊരിയിൽ നിന്നും ആയിരക്കണക്കിന് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുണ്ടായ, അത്രയും മാനവരാശിയെ കീഴടക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ഒരു കാരണവശാലും മാനവരാശിക്ക് നേരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത അണുബോംബാണ് അമേരിക്ക ജപ്പാനിൽ വർഷിച്ചത്. അതിൻ്റെ ഫലമായി ഇന്നും ജപ്പാനിലെ ജനത ദുരന്തങ്ങൾ പേറി ജീവിക്കുകയാണ്. എത്രയോ ആളുകൾ മരണപ്പെട്ടു. അങ്ങനെ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാകുഷുകൾ. ആ ആണവ ദുരന്തം പേറി ഇന്നും ജീവിക്കുന്ന, അല്ലെങ്കിൽ തലമുറകൾ മാറിക്കഴിഞ്ഞിട്ടും അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നവർ ജപ്പാനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അവരെയാണ് ഹിബാകുഷുകൾ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ അവസാനം ജപ്പാൻ എന്ത് ചെയ്തു? കീഴടങ്ങി. ജപ്പാൻ കീഴടങ്ങി. എന്നാണ് ജപ്പാൻ കീഴടങ്ങിയിട്ടുണ്ടായിരിക്കുക? ഈ ആറ്റം ബോംബ് വർഷിച്ചതോട് കൂടിയിട്ട്, അതായത് 6-നും 9-നും ആഗസ്റ്റിൽ വർഷിച്ചത്. 1945 ആഗസ്റ്റ് 15-നാണ് ജപ്പാൻ ബ്രിട്ടന് മുമ്പിൽ കീഴടങ്ങുന്നത്. 1945 ഓഗസ്റ്റ് 15-നാണ് ജപ്പാൻ ബ്രിട്ടൻ്റെ മുമ്പിൽ കീഴടങ്ങിയത്. അതോടുകൂടിയാണ് യുദ്ധം അവസാനിച്ച് സഖ്യശക്തികൾ വിജയിക്കുന്നത്. നിങ്ങൾ ചിത്രങ്ങളൊക്കെ നോക്കണം. കണ്ടില്ലേ? ബോംബാക്രമണത്തിൽ നിലച്ചുപോയ ക്ലോക്ക്, ബോംബ് വർഷിക്കപ്പെട്ട ശേഷമുള്ള ഹിരോഷിമ, അവിടുത്തെ എല്ലാതും നശിച്ച് ജനങ്ങൾ ഒക്കെ മരണപ്പെട്ട് കെട്ടിടങ്ങളൊക്കെ തകർന്ന് ഒരുപാട് ലോക ദുരന്തത്തിന് അല്ലെങ്കിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അമേരിക്കയുടെ ബോംബ് വർഷണം. 2-ാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമെന്ന് നോക്കൂ. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളിലെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോകമേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. വളരെ ശ്രദ്ധിച്ച് പഠിക്കുക 2-ാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ. 2-ാം ലോക യുദ്ധത്തിലും ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. 1-ാം ലോക യുദ്ധത്തോടുകൂടി തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായിരുന്നു. എന്നാൽ 2-ാം ലോക യുദ്ധം കൂടി ആയപ്പോൾ അതൊന്നും കൂടി ആക്കം കൂട്ടി. കോളനികളുണ്ടല്ലോ ഏഷ്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ, ആ രാജ്യങ്ങളിലെല്ലാം സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ. അതായത് 1945 ഈ സംഭവം ഉണ്ടായത്. 39-45, നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഈ സമയത്തൊക്കെ സ്വാതന്ത്ര്യ സമരമായിരുന്നു ഇന്ത്യയിലും നടന്നിരുന്നത് ബ്രിട്ടനെതിരെ, അല്ലേ? ഇങ്ങനെ ഓരോ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും കോളനികളിലും സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി. ബ്രിട്ടൻ്റെയൊക്കെ ആ ലോകമേധാവിത്വം കുറഞ്ഞ് ലോകത്തിലെ വൻ ശക്തികളായിട്ട് മാറുകയാണ്. 2-ാം ലോക യുദ്ധാനന്തരം അമേരിക്കയും സോവിയറ്റ് യൂണിയനും.
എന്നിട്ടോ ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ഒരു സംഘടന രൂപം കൊണ്ടു. അതാണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ UNO. രണ്ടാം ലോക യുദ്ധാനന്തരം നിലവിൽ വന്ന സമാധാന സംഘടനയാണ് UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്ര സംഘടന. എന്താണ് ഇതൊക്കെയാണ് കേട്ടോ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ. ഈ സമാധാനത്തിൻ്റെ ചിറകിലേറി എന്നുള്ളതും കൂടി മനസ്സിലാക്കും. സമാധാനത്തിൻ്റെ ചിറകിലേറി എന്നുള്ളതിൽ ഈ ഐക്യരാഷ്ട്ര സഭ സ്ഥാപിതമായതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 ഈ ഒക്ടോബർ 24 UN ദിനമായി ആചരിക്കുന്നത്. UN ദിനം, ഐക്യരാഷ്ട്ര ദിനം എന്നാണ് ഒക്ടോബർ 24. സ്ഥാപിതമായത് 1945 ഒക്ടോബർ 24 അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ഒന്നാം ലോക യുദ്ധാനന്തരം രൂപീകരിച്ച ലോക സമാധാന സംഘടനയായിരുന്നു സർവ്വരാഷ്ട്ര സഖ്യം. അത് പരാജയപ്പെട്ടു അല്ലേ? അതിനെ തുടർന്നല്ലേ രണ്ടാം ലോക യുദ്ധം ഉണ്ടായത്. അപ്പോൾ അതിനു വേണ്ടി ഇനി ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിക്കപ്പെട്ടത്. 1945 ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഇനി എന്തെല്ലാമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യങ്ങൾ? ഇതൊരു ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? എന്താണ്? ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് കേട്ടോ. അത് കുറിപ്പായിട്ട് എഴുതണം. ഓരോ ചോദ്യങ്ങളും അതുപോലെ തന്നെ വിശദീകരിക്കാനുള്ളതൊക്കെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കണം. ഒന്നും വിട്ടുപോകരുത്, ശ്രദ്ധിക്കുക. ഇനി ഈ സഡാക്കോ എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച്, സഡാക്കോ സസുക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളിലൊക്കെ സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാറുള്ളതാണ്. നിങ്ങൾക്കും ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ? യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുക്കലും യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കലും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതാ ഒക്ടോബർ എന്ന് പറഞ്ഞാൽ പിന്നെ ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനം നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞു പോയി. പക്ഷേ നിങ്ങൾ സന്ദേശങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി 9-ാം തീയതി നാഗസാക്കി ദിനമാണ്. അപ്പോൾ ഈ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലം അനുഭവിച്ച ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ അതിനിരയായൊരു കുട്ടിയാണ് സഡാക്കോ സുസുക്കി. അപ്പോൾ ഈ ആറ്റം ബോംബിൻ്റെ ആണവ വികിരണത്തിനിരയായി മരണാസന്നയായി രോഗശയ്യയിലായ കുട്ടിയാണ്. അപ്പോൾ ജപ്പാനിലെ ആളുകൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു രോഗസമാധാനത്തിന് കടലാസു കൊക്കുകളെ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ 1000 കൊക്കുകളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രോഗശാന്തി വരും എന്നുള്ള ഒരു വിശ്വാസം അവർക്കിടയിൽ നിലനിന്നിരുന്നു. അതിൻ്റെ ഫലമായി രോഗശയ്യയിലിരുന്നു കൊണ്ട് പ്രതീക്ഷയുടെ ഭാഗമായി കൊക്കുകളെ നിർമ്മിച്ച് കുട്ടിയായിരുന്നു സഡാക്കോ. എന്നിട്ടും ആ കുട്ടി മരണപ്പെട്ടു. അപ്പോൾ ഒരു പ്രതീക്ഷ നൽകുക എന്നുള്ളതാണ് സഡാക്കോ കൊക്കുകൾ കേട്ടോ. അതാണ്. അപ്പോൾ ഈ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ബോംബ് വർഷണത്തിന് അതിൻ്റെ ദുരന്തഫലം പേറിയൊരു കുട്ടിയായിരുന്നു സഡാക്കോ സസുക്കി. ഇനി നോക്കൂ, UN പതാക, UN ചിഹ്നം, ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. ഈ പാഠം പഠിച്ച കുട്ടികളാണ് നിങ്ങളൊക്കെ, അറിഞ്ഞിരിക്കണം. ഇനി കോളനികൾ സ്വതന്ത്രമാകുന്നു. നമ്മൾ പഠിച്ചു രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തമായ കോളനികൾ എന്നുള്ളത് അല്ലേ? ഈ സാമ്രാജ്യത്വ ശക്തികളുടെ ലോക മേധാവിത്വമൊക്കെ അതോടുകൂടി ഇല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ശക്തി കുറഞ്ഞു അല്ലേ? മാത്രമല്ല ലോകത്തെ വൻ ശക്തികളായിട്ട് ഏതെല്ലാം രാഷ്ട്രങ്ങൾ മാറി എന്ന് നിങ്ങൾ അത് വളരെ അടിവരയിട്ട് മനസ്സിലാക്കണം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്തിലെ വൻ ശക്തികളായിട്ട് മാറി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ശക്തി കുറഞ്ഞു, ബ്രിട്ടൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞു അല്ലേ? സാമ്പത്തിക ശക്തിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, തകർന്നു. ഇത് കാരണം സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്നും കോളനികൾ സ്വാതന്ത്ര്യം നേടാൻ തുടങ്ങി. ഇത് അപകോളനീകരണം എന്ന് അറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, രണ്ടാം ലോക യുദ്ധാനന്തരം
സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ ഒന്നൊന്നായി സ്വാതന്ത്ര്യം നേടാൻ തുടങ്ങി, സ്വാതന്ത്ര്യം നേടി. ഇതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? അപകോളനീകരണമെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയും ഈ അപകോളനീകരണത്തിന് വിധേയമായ ഒരു രാജ്യമായിരുന്നു, അല്ലേ? രണ്ടാം ലോക യുദ്ധാനന്തരം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച ചില രാഷ്ട്ര നേതാക്കന്മാർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇവരെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്കറിയാം, ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തി, സാമ്രാജ്യത്വത്തിനെതിരായി പോരാട്ടം നടത്തിയ നേതാവായിരുന്നു. നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ മോചനത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ നേതാവായിരുന്നു. ക്വാമി എൻക്രൂമ ഘാനയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ വ്യക്തിയായിരുന്നു ക്വാമി എൻക്രൂമ. ജോമോ കെനിയാത്ത കെനിയ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ വ്യക്തികളായിരുന്നു. അപ്പോൾ ഇത് നാലും വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച് മനസ്സിലാക്കണം. ജോമോ കെനിയാത്ത കെനിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഘാനയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്വാമി എൻക്രൂമ, ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി പോരാടിയ നേതാവായിരുന്നു നെൽസൺ മണ്ടേല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ നേതാവായിരുന്നു ഗാന്ധിജി. കേട്ടോ. ഇനി ശീതസമരം എന്ന ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാം. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ മറ്റൊരു ഫലം തന്നെയായിരുന്നു ശീതസമരവും. നമ്മൾ പഠിച്ചു, രണ്ടാം ലോക യുദ്ധാനന്തരം ലോകം 2 ചേരികളായിട്ട് മാറി. സോവിയറ്റ് യൂണിയൻ്റെ ചേരിയും അമേരിക്കൻ ചേരിയും എന്നുള്ളത്, അല്ലേ? രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാഷിസത്തിനെതിരെ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച് അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം വീണ്ടും ഭിന്നിച്ചു. നമ്മൾ പഠിച്ചു, രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാഷിസത്തിനെതിരായിട്ട് നിലനിന്നു ഏത് രാജ്യങ്ങൾ? ഈ അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും. ബ്രിട്ടൻ, ഫ്രാൻസ് ഇവരുടെ ഭാഗത്തല്ലേ നിലനിന്നിരുന്നത്. ഇറ്റലി, ജപ്പാൻ, ജർമ്മനി ഇവർക്കെതിരായിട്ടാണ് നിലനിന്നിരുന്നത്. എന്നാൽ യുദ്ധം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും ഭിന്നിച്ചു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം വീണ്ടും 2 ഭാഗത്തായി മാറി. അതാണ് ലോകം 2 ചേരികളായിട്ട് മാറി. അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായ മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു. അമേരിക്കയൊക്കെ മുതലാളിത്തം എന്ന പറയുന്ന ആശയങ്ങളുള്ള ആ ആശയങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അമേരിക്ക. എന്നാൽ സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകി. മുതലാളിത്തവും സോഷ്യലിസവും. സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് സോവിയറ്റ് യൂണിയനും, മുതലാളിത്ത ആശയങ്ങളെ ആ രാഷ്ട്രങ്ങളെയൊക്കെ ഏകീകരിച്ചുകൊണ്ട് അമേരിക്കയും നിലകൊണ്ടു. ഇവരാണെങ്കിലോ പരസ്പരം ശത്രുക്കളാണ്, ഒന്നൊന്നിനെതിരാണ്. മുതലാളിത്തത്തിനെതിരാണ് സോഷ്യലിസം, അല്ലേ? ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ 2 ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്ന് അറിയപ്പെടുന്നത്. ശീതസമരം എന്നാൽ എന്ത്? രണ്ടാം ലോക യുദ്ധാനന്തരം പരസ്പരം ശത്രുത പുലർത്തിയ 2 ചേരികളായിരുന്നു സോവിയറ്റ് യൂണിയനും അമേരിക്കയും. സോവിയറ്റ് യൂണിയൻ്റെ ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങളും അമേരിക്കയുടേത് മുതലാളിത്ത ആശയങ്ങളും ആയിരുന്നു. ഇങ്ങനെ ശത്രുത പുലർത്തിയ 2 ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്ന് അറിയപ്പെടുന്നത്. ഇതും രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഒരു ഫലമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ശീതസമര കാലഘട്ടത്തിൽ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, അധിക വായനയ്ക്കുള്ളതാണ്. നോക്കൂ, അമേരിക്കയും അമേരിക്കയോടൊപ്പമുള്ള സഖ്യരാഷ്ട്രങ്ങളും ചേർന്നുകൊണ്ട് പല സൈനിക സഖ്യങ്ങളും ഉണ്ടാക്കി. അതാണ് നാറ്റോ, സിയാറ്റോ, അതുപോലെ സെൻറ്റോ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇപ്പം പഠിക്കാമല്ലോ, അറിഞ്ഞിരുന്നാൽ മതി. അമേരിക്കയ്ക്ക് എതിരായിക്കൊണ്ട് സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും ചേർന്നുണ്ടാക്കിയ ഉടമ്പടിയാണ് വാഴ്സ ഉടമ്പടി എന്നറിയപ്പെടുന്നത്. ഈ കള്ളി കിടക്കുന്ന വായിക്കുക. അതൊക്കെ ശീതസമര കാലത്ത് സൈനിക സഖ്യങ്ങളാണ്. രണ്ടാം ലോക യുദ്ധാനന്തരം ഈ ശീതസമര കാലഘട്ടത്തിൽ ലോകം ഇരുധ്രുവ ലോകമായി മാറി എന്നാണ് അറിയപ്പെടുന്നത്. ലോകം 2 ധ്രുവങ്ങളായി മാറി. ഒന്ന് അമേരിക്കൻ ആശയങ്ങളുടെ ഭാഗവും ഒന്ന് സോവിയറ്റ് യൂണിയൻ്റെ ആശയങ്ങളുടെ ഭാഗവും. അതാണ് ഇരുധ്രുവ ലോകം എന്ന് അറിയപ്പെടുന്നത്.
ഇനി ഇതും കൂടി ശ്രദ്ധിക്കൂ. ഇരു ചേരികൾക്കും ഒരു ബദൽ. അങ്ങനെ ലോകം രണ്ട് ചേരികളായിട്ട് മാറിയല്ലോ. ഈ സമയത്ത് മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ചേരി ചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കൾ. അപ്പോൾ ഈ പുതുതായിട്ട് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ രാജ്യങ്ങൾ ഏത് ചേരിയിൽ ചേരണമെന്നറിയാതെ പകച്ചു നിന്നൊരു കാലഘട്ടമായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ ഭാഗം ചേരണോ, അമേരിക്കയുടെ ഭാഗം ചേരണോ? മാത്രമല്ല ദീർഘകാലമായിട്ട് സാമ്രാജ്യത്വത്തിൻ്റെ ഇരകളായ രാജ്യങ്ങളുമായിരുന്നു അവർ. അപ്പോൾ എന്ത് ചെയ്തു? രണ്ടിലും ചേരാതെ മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായിക്കൊണ്ട് പുതിയതായിട്ട് സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു കൂട്ടുകെട്ടുണ്ടാക്കി, ഒരു ചേരി ഉണ്ടാക്കി. അതെൻ്റെ പേരാണ് ചേരി ചേരായ്മ എന്ന് അറിയപ്പെടുന്നത്. നാം എന്നൊക്കെ പറയുവാന്, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, നാം NAM അഥവാ ചേരി ചേരായ്മ. ഈ ചേരി ചേരായ്മയ്ക്ക് രൂപം നൽകിയ നേതാക്കന്മാരും രാഷ്ട്രങ്ങളും വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ ചേരി ചേരായ്മയ്ക്ക് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു, ഈജിപ്തിൽ ഗമാൽ അബ്ദുൽ നാസർ, യൂഗോസ്ലാവിയയിലെ മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യയിലെ അഹമ്മദ് സുക്കാർണോ. ഈ നേതാക്കൾ ചേർന്നുകൊണ്ടാണ് ചേരി ചേരാ പ്രസ്ഥാനം. ഇതിൻ്റെ നേതാക്കന്മാരാരെല്ലാം? ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടിറ്റോ, അഹമ്മദ് സുക്കാർണോ. ഇവർ ഏത് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതും പട്ടികപ്പെടുത്തിയിട്ട് പഠിക്കുക കേട്ടോ. ഇനി എന്താണ് ചേരി ചേരാ പ്രസ്ഥാനം നോക്കൂ. ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങൾ സ്വതന്ത്രമായി. ശീതസമരം സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ശീതസമരം നടക്കുകയാണ് ലോകത്തിൽ. അതായത് അമേരിക്കൻ ചേരിയും സോവിയറ്റ് യൂണിയൻ്റെ ചേരിയും തമ്മിൽ യുദ്ധമല്ലാത്ത രീതിയിലുള്ള ശത്രുത വലിച്ചു പുലർത്തുന്ന, യുദ്ധമല്ല എന്നാൽ സമാധാനം അല്ലാത്തൊരവസ്ഥ അല്ലേ. അപ്പോൾ രണ്ട് ചേരിയിൽ ചേർന്നാലും അത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് പുതിയതായിട്ട് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു? മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേരാ പ്രസ്ഥാനം. ഈ പുതുതായിട്ട് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളിൽ ഇരു ചേരിയിലും ചേരാതെ പുതിയതായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഇതാണ് ചേരിചേരാ പ്രസ്ഥാനം. വൻ ശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതിയതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. യുദ്ധവും സംഘർഷവുമില്ലാത്ത ലോകത്തിന് മാത്രമേ സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറാൻ കഴിയൂ എന്നവർ തിരിച്ചറിഞ്ഞു. 1955 ഇന്തോനേഷ്യയിലെ ബാന്തോങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ശ്രദ്ധിക്കുക, ആ വർഷവും പഠിക്കാം. 1955 ഇന്തോനേഷ്യയിലെ ബാന്തോങ്ങിൽ ചേർന്നുകൊണ്ടാണ് ആദ്യത്തെ സമ്മേളനം. ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇന്തോനേഷ്യയിലെ ബാന്തോങ്ങിലാണ് 1955. അതോടുകൂടിയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. ഇന്തോനേഷ്യയിലെ ബാന്തോങ്ങിൽ ആരായിരിക്കും നേതാവ്? അഹമ്മദ് സുക്കാർണോ. 1961 ബെൽഗ്രേഡിൽ വെച്ച് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്നു. അങ്ങനെ ആ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ വേണ്ടിയിട്ട് 55. പിന്നെ 61 ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ആദ്യത്തെ സമ്മേളനം നടന്നു. അതെവിടെ വെച്ചായിരുന്നു? ബെൽഗ്രേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട്. ഇനി എന്തായിരുന്നു ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കൂ. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടലാണ് എന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിരീക്ഷണം. ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു ചേരിയിലും ചേരാതെ വിട്ടു നിൽക്കലല്ല, പകരം എന്താണ്? എല്ലാ പ്രശ്നങ്ങളെയും ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുക, അല്ലാതെ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ അല്ല എന്നുള്ളതാണ് ചേരിചേരാ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് പഠിച്ചു വെക്കുക ഇത്രയും കാര്യങ്ങൾ കേട്ടോ. ഓക്കെ.